ഇപ്പൊ ഞാനൊരു കാര്യം പറയാം, നമ്മുടെ സ്ത്രീകളുടെ ഈ ഗവൺമെന്റ് ഒരു 10-15 രൂപയുടെ കോടിയുടെ കച്ചവടം നടന്നുണ്ട്. കൊച്ചിയിൽ ഇപ്പൊ കഴിഞ്ഞ ദിവസം ഞാൻ ഒരു മീറ്റിംഗ് നടത്തി. 2000-3000 സ്ത്രീകൾ വരും. സ്റ്റാഫ് ചെറിയ ചെറിയ യൂണിറ്റുകളാണ്. 200 കോടിയുടെ കച്ചവടമാണ് ഈ വർഷം നടന്നത്. 200 കോടി. അവിടെയാണ് ഒരുപാട് പുതിയ ബ്രാൻഡ് ഇറങ്ങി. നല്ല ഡ്രസ്സൊക്കെ, നല്ല അടിപൊളി ഡ്രസ്സ്. നമ്മുടെ മത്സ്യത്തൊഴിലാളിയും സ്ത്രീകൾ, വനിതകൾ, സഹോദരിമാരും ഉണ്ടാക്കുന്ന സാധനങ്ങൾ. കല്യാൺ സിൽക്സ് കിട്ടത്തില്ല അത്ര നല്ല സാധനം. അതിനൊക്കെ നല്ല സാധനം അവർ ഉത്പാദിപ്പിക്കുന്നത്. തൊഴിൽ തീരം ഒരു പദ്ധതി ഞങ്ങൾ കൊണ്ടുവന്നു. ഒരു വീട്ടിൽ മത്സ്യബന്ധനം അല്ലാതുള്ള ഒരാൾക്ക് ഒരു തൊഴിൽ കൊടുക്കണം. കാരണം മത്സ്യബന്ധനം എപ്പോഴും സുരക്ഷിതത്വം ഉറപ്പില്ല, ഗ്യാരണ്ടി ഇല്ല. അപ്പൊ അവിടെ പുതിയൊരു തൊഴിൽ. അതുപോലെ തന്നെ തീരവും കടലും ശുദ്ധിയാക്കുന്ന പദ്ധതി ഞങ്ങൾ കൊണ്ടുവന്നു. എത്രയോ പദ്ധതികൾ, എല്ലാം ഇവിടെ വിശദീകരിക്കുന്നില്ല. തീരത്തെ കലാപ്രവർത്തനങ്ങളെ പോലും പ്രോത്സാഹിപ്പിക്കുന്ന പദ്ധതികൾ ഞങ്ങൾ കൊണ്ടുവന്നു. വലിയ മാറ്റമാണ്. അമ്പലപ്പുഴ മണ്ഡലത്തിലാണ് ഏറ്റവും കൂടുതൽ പൈസ കൊടുത്തത്. സലാം എന്ന് പറഞ്ഞാൽ ഏറ്റവും സമർത്ഥനായ MLA ആണ്. ഏത് കാര്യത്തിനും എപ്പോഴും മുന്നിലുണ്ട്. തോട്ടപ്പള്ളി ഹാർബർ എന്റെ അവസാന ലാപ്പിലാണ്. ഇപ്പം നമ്മുടെ ജില്ല ഹാർബർ ഒന്നും ഇല്ലായിരുന്നു. ഇപ്പം 2 ഹാർബർ പണിയുന്നുണ്ട്, ചെത്തിയും അർത്തത്തിലും. അതിന്റെ പണി ഇപ്പൊ തീരാറായി. വലിയഴീക്കൽ ഹാർബർ പൂർത്തീകരിച്ചു. ഹാർബർ ആക്കുക 3 ഹാർബറാണ്. ഇത് 4ാമത്തെ ഹാർബർ പോകുന്നതിന് മുമ്പ് പെടാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നത്. തോട്ടപ്പള്ളി ഹാർബർ യാഥാർത്ഥ്യമാക്കുമെന്ന കാര്യം പറയാൻ ഞാൻ ആഗ്രഹിക്കുക. നിങ്ങളുടെ MLA അതിനു വേണ്ടി വലിയ ശ്രമം നടത്തുന്നത്. എങ്ങനെ പോകുന്നതിന് മുമ്പ് ഒരു കല്ലിട്ട് റെഡിയാക്കണം പറഞ്ഞുകൊണ്ട് നിൽക്കുക. എന്നാലും അവസാന ലാപ്പിലേക്ക് എത്തിയതുകൊണ്ട് ഉറപ്പില്ലെങ്കിൽ കല്ലിടാൻ പറ്റില്ല. പലരും കല്ലിട്ടതെല്ലാം നാട്ടിൽ കിടപ്പുണ്ട്. ആ കല്ലൊന്നും ഞങ്ങൾ ഇടത്തില്ല. ഞങ്ങൾ ഇട്ട് കഴിഞ്ഞാൽ അതിലൊക്കെ പോകുമ്പോൾ അങ്ങനെ കുഴപ്പമുണ്ട്. ഒറിജിനൽ കല്ല് ഇടത്തുള്ളൂ, ഡ്യൂപ്ലിക്കേറ്റ് കല്ലിടത്തില്ല. തോട്ടപ്പള്ളി ഹാർബർ മാത്രമാണോ? ഈ തീരത്തിന്റെ സംരക്ഷണത്തിന്റെ എത്ര കോടിയാണ് മുടക്കി? ഇറിഗേഷൻ വകുപ്പാണ് ചെയ്യുന്നത്. എത്ര കോടിയാണ് മുടക്കി? അല്ലാതൊന്നും പറഞ്ഞില്ല ഇവിടെ. എത്ര കോടി മുടക്കി? 121 കോടി. എന്തുമാത്രം പൈസ അമ്പലപ്പുഴ കൊടുത്തു. അല്ല, കൊടുത്തതിന് കുഴപ്പമൊന്നുമില്ല. നിങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം വലിയ ഭൂരിപക്ഷം സ്ഥാനം ജയിപ്പിച്ചു. ഈ പ്രാവശ്യം അതിന്റെ 2 ഭൂരിപക്ഷം കൊടുക്കുമെന്നുള്ളത് എനിക്ക് വിശ്വാസമില്ല. അപ്പൊ അതുകൊണ്ട് കൊടുത്തതിനൊന്നും കുഴപ്പമൊന്നുമില്ല. നമ്മളൊരു കാര്യം മനസ്സിലാക്കിക്കോണം, ചെയ്യാൻ കഴിയുന്നവന്റെ കൈ കൊഴിപ്പിക്കണം. ഈ ഗവൺമെന്റ് വളരെ സംശുദ്ധമാണ്. ഉറപ്പിച്ചാൻ പറയുകയാണ്. ഒരാക്ഷേപത്തിലൂടെ വരുത്തിയിട്ടില്ല. പറയേണ്ട കാര്യമൊക്കെ പറയേണ്ട സമയത്ത് പറയും. അതിനകത്തൊന്നും പേടിക്കുന്നില്ല. പക്ഷെ സംശുദ്ധമാണ്. ശുദ്ധമായ കൈകളാണ് ഞങ്ങളുടെ. ജനങ്ങളോട് പറഞ്ഞ മുഴുവൻ കാര്യങ്ങളും പൂർത്തീകരിച്ചു കഴിഞ്ഞു. ഇത്രയും കാര്യങ്ങൾ പൂർത്തീകരിച്ച കാലമുണ്ട്. ഇതേ രാഷ്ട്രീയ യാഥാർത്ഥ്യം. ഇപ്പൊ ചട്ടി വയ്ക്കുന്നത് നിങ്ങളുടെ കുണം കൊണ്ടാണ്. പിന്നെ ആരുടെ കുണം കൊണ്ടാ? ഇതിന് മുമ്പെന്താ രാഷ്ട്രീയ വരാഞ്ഞ്? ഭൂമി ഏറ്റെടുക്കാൻ പണം കൊടുത്തത് കൊണ്ടാണ് രാഷ്ട്രീയ യാഥാർത്ഥ്യം. പിന്നെ ആരുടെ കുണം കൊണ്ടാ? ഇന്ത്യ രാജ്യത്ത് ഒരു സ്റ്റേറ്റിന്റെ പൈസ മേടിച്ചിട്ട് കേരളത്തിൽ നിന്ന് മാത്രമേ മേടിച്ചിട്ട് അറിയാം. അവസാനം ആ പൈസ വേണമെന്ന് പറഞ്ഞപ്പോ കൊടുക്കത്തില്ലെന്ന് പറഞ്ഞപ്പോഴാണ് ഇട്ടേച്ച് പോയത്. ഞങ്ങൾ പറഞ്ഞ് തരാം എന്ന് പറഞ്ഞ പൈസ കൊണ്ട് എണ്ണി കൊടുത്തു. 6000 കോടി. പട്ടിണി കിടന്നാലും 6000 കോടി രൂപ രാഷ്ട്രീയ കൊടുക്കുമെന്ന് പറഞ്ഞപ്പോ വെട്ടി വീണു. അപ്പൊ പിന്നെ പണിയാമെന്ന് പറഞ്ഞു. ഇതേ പണിതു. പണം കൊടുത്തിട്ടല്ലേ പണിത്. ഭൂമി ഏറ്റെടുത്ത് കൊടുത്തില്ല, പണി പോകും. ദേശീയ ജലപാത ഇതുവഴിയല്ലേ വരുന്നത്. ഇപ്പൊ അതിന്റെ പ്രധാന ഭാഗം ഉദ്ഘാടനം ചെയ്യാൻ പോകല്ലേ. മലയോര ഹൈവേ നിങ്ങളൊന്ന് പോയി ഒന്ന് കാണും. എന്നാ പണിതിട്ടിരിക്കുന്ന മലയോര ഹൈവേ. ഇതെല്ലാം യാഥാർത്ഥ്യമല്ലേ ഞാൻ പറഞ്ഞത്. വൻപിച്ച മാറ്റമല്ലേ കേരളത്തിൽ വന്നിരിക്കുന്നത്. പറഞ്ഞ കാര്യങ്ങൾ വെറും വാക്കല്ല. പറഞ്ഞത് ചെയ്യാൻ വേണ്ടിയാണ്. ചെയ്യാൻ കഴിയുന്നത് പറഞ്ഞിട്ടുള്ളൂ. ചെയ്യാൻ കഴിയുന്നത് യാഥാർത്ഥ്യം. ഞാൻ ചോദിക്കട്ടെ, ഇവിടെ ഇപ്പൊ 88 ഫ്ലാറ്റ് പൂർത്തീകരിക്കുമ്പോ ഞാനൊരു വീട്ടിൽ അവിടെ ചെന്നാണ് പാല് കാച്ചത്. ഒരു പാവപ്പെട്ട സ്ത്രീ ഒരു കരയാണ്. ഞാൻ ചോദിച്ചെങ്ങനെ ഉണ്ടെന്ന് ചോദിച്ചു. പൊട്ടിക്കരയാണ്. അത്ര സ്നേഹം, വൈകാരികമായ ഒരു മറുപടി അവർ പറഞ്ഞു. കയറി കിടക്കാൻ വീടില്ലെങ്കിൽ എന്തിനും എവിടെ ജീവിക്കാൻ പറ്റുമോ? 22,000 വീടാണ് കേരളത്തിലെ ഫിഷർമാൻ കൊടുത്തത്. 22,000 വീട് ലൈഫിലും ഇതിലൂടെ 5 ലക്ഷം വീട് ഈ കേരളത്തിൽ കൊടുത്തു. ചെറിയ കാര്യമാണ്. 5 ലക്ഷം വീട്. ഇത്രയും സുരക്ഷിതമായി ഒരു ജനതയെ സംരക്ഷിച്ച ഒരു സംസ്ഥാനം ഇന്ത്യ രാജ്യത്തുണ്ടെങ്കിൽ അത് കേരളം മാത്രമാണെന്ന് അഭിമാനത്തോടെ ഞാൻ പറയുകയാണ്. ഇപ്പൊ പെൻഷൻ ഗവൺമെന്റ് എന്ന് പറഞ്ഞാൽ പെൻഷൻ കൊടുക്കായിരുന്നു 2000 രൂപ. എല്ലാം ഒരു കുടിശ്ശിക കൊടുക്കുമല്ലേ. നമുക്ക് ബുദ്ധിമുട്ടുണ്ടില്ലെന്ന് ഞാൻ പറയുന്നില്ല. കേന്ദ്രം തരേണ്ട പൈസ പലതും തരുന്നില്ല. പക്ഷെ ബുദ്ധിമുട്ടുണ്ട്. ആ ബുദ്ധിമുട്ടിന്റെ നടുവിൽ സംസ്ഥാനം പണം കണ്ടെത്തി ആരെയാണ് അഡ്രസ് ചെയ്യുന്നത്? ഈ നാട്ടിൽ ഏറ്റവും പാവപ്പെട്ട മനുഷ്യൻ അഡ്രസ് ചെയ്യുക, സാധാരണക്കാരൻ. ആ സാധാരണക്കാരനെ അഡ്രസ് ചെയ്യുന്നതിന്റെ ഭാഗമാണ് മത്സ്യത്തൊഴിലാളി അഡ്രസ് ചെയ്യുന്നത്. പട്ടികജാതി വിഭാഗത്തിൽ 320 കുട്ടികളാണ് യൂറോപ്പിലും ഇന്ത്യക്ക് പുറത്തുപോയി പഠിക്കുന്നത്. 320 കുട്ടികൾ. എത്ര കോടി രൂപയാണ് ഈ 10 വർഷമായി നമ്മൾ മുടങ്ങിയത്?
തീരദേശത്ത് ഒരു ഡോക്ടർ ഉണ്ടായിരുന്നു, 101 ഡോക്ടർമാരുണ്ട് 10 വർഷം മുമ്പ്. ഈ വർഷം എൻട്രൻസ് കോച്ചിങ്ങിനെ ഞങ്ങൾ വിട്ട് പഠിപ്പിച്ച കുഞ്ഞുങ്ങൾ 26 പേര് ക്വാളിഫൈ ചെയ്തു. അറിയാമോ? 26 പേര്. എത്ര പ്രൊഫഷണൽസ് ഇന്നുണ്ട് മത്സ്യത്തൊഴിലാളിയുടെ മക്കളെല്ലാം. ഞാനിപ്പോ ഈ ടെക്നിക്കൽ സ്കൂളിൽ ഞങ്ങളിപ്പോ 10 സ്കൂളിൽ MSW പാസ്സായവരെ വെച്ചു, കാശ് കൊടുത്തിട്ട്. ഞങ്ങളുടെ കണക്കനുസരിച്ച് ഏറ്റവും കൂടുതൽ ഒഴിഞ്ഞുപോക്ക് വരുന്നത് ഫിഷർമാൻ സൊസൈറ്റിയിലാണ്. അവിടെ MSWക്കാരെ വെച്ചിട്ട് ഞങ്ങൾ അവരോട് പറഞ്ഞു, ട്രിവാൻഡ്രത്ത് ഉദ്ഘാടനം ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങളുടെ കാര്യം മനസ്സിലാക്കണം, കുട്ടി സ്കൂളിൽ വന്നില്ലെങ്കിൽ രക്ഷകർത്താവിനെ കാണാൻ അവിടെ പോകണം, കുട്ടിയെ പോയി കണ്ടുപിടിച്ചുകൊണ്ട് വരണം. കുട്ടി സ്കൂളിൽ വന്നിട്ട് വരുന്നില്ലെങ്കിൽ വീണ്ടും പോകണം. എന്താ കാര്യം? മത്സ്യത്തൊഴിലാളിയുടെ വീട്ടിൽ പ്രശ്നങ്ങളുണ്ട്. അവൻ ജീവൻ പണയം വെച്ചാൽ പണിയെടുക്കാൻ പോകുന്നത്. അവന്റെ കുഞ്ഞിന് ചിലപ്പോൾ മാനസിക ഭ്രാന്തി ഉണ്ടാവും, വീട്ടിൽ പ്രശ്നങ്ങൾ കാണും, അതുകൊണ്ട് പഠിക്കാൻ വരാതെ പോകും. ഞാനിപ്പോ അഭിമാനത്തോടെ പറയുന്നത്, 1 വർഷമായി ഞങ്ങൾ തുടങ്ങിയ ഈ പ്രോജക്ട് 10 MSWക്കാരെ കേരളത്തിൽ നിയോഗിച്ചു. ഒഴിഞ്ഞുപോക്കിന്റെ ശതമാനം കേരളത്തിൽ കുറഞ്ഞു എന്ന് മാത്രമല്ല, മുഖ്യധാരയിലുള്ള കുഞ്ഞുങ്ങളുടെ നിലവാരത്തിലേക്ക് തീരദേശത്തെ കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസത്തെ സംരക്ഷിക്കാൻ ഈ ഗവൺമെന്റ് കഴിഞ്ഞു. ചെറിയ കാര്യമല്ല. ഇന്ന് ഒഴിഞ്ഞുപോക്കിന്റെ എണ്ണം കുറഞ്ഞു. നേരെ നമ്മൾ ആളാ വീട്ടിൽ ചെല്ലും. പഠിക്കാതിരിക്കാൻ പറ്റില്ല, പഠിപ്പിക്കുകയാണ് ഗവൺമെന്റ്, നിർബന്ധിച്ച് പഠിപ്പിക്കുകയാണ്. ഈ മാറ്റമാണ് നമ്മുടെ നാട്ടിലുണ്ടായിരിക്കുന്നത്. തീർച്ചയായിട്ടും അമ്പലപ്പുഴ മണ്ഡലത്തിൽ ആ മാറ്റം ഉണ്ടായി. അതിന് വലിയ നേതൃത്വമാണ് സലാം. സലാമി പറഞ്ഞ കാര്യം ഞങ്ങൾ പരിശോധിക്കാം. ഏത് മറ്റേ ചെറുക്കം കിട്ടിയത്, ചെറുക്കം കിട്ടാതെ വരും. അത് നമുക്ക് മൊത്തത്തിൽ ചർച്ച ചെയ്യുമ്പോഴേ പറ്റത്തുള്ളൂ. അന്യായമായി ഒരാളിനെ ഒഴിവാക്കത്തില്ല, ന്യായമായിട്ടുള്ള ആളെ കൊടുത്തിരിക്കും. ഇപ്പൊ ബഹുമാനപ്പെട്ട MLA-യുടെ സാന്നിധ്യത്തിൽ ന്യായമായിരിക്കുമല്ലോ പറഞ്ഞത്. നോക്കാം, എന്തെല്ലാ കാലത്തൊന്നും പ്രയാസപ്പെടേണ്ട. ഇനി അമ്പലപ്പുഴ ആർക്കെങ്കിലും കൊടുക്കാനുണ്ടെങ്കിൽ അത് ഈ പറഞ്ഞ വിഭാഗത്തിൽ വരുന്നുണ്ട്, നിന്നാൽ മതി, അവർക്കൊക്കെ വീട് കൊടുക്കും, ഒന്നും പ്രശ്നമില്ല. ഈ ഫ്ളാറ്റെല്ലാം പണിയുന്ന മത്സ്യത്തൊഴിലാളിക്ക് അതിദരിദ്രരായ കൊടുക്കാൻ വേണ്ടിയാണ്. ഇനിയും ഇച്ചിരി വസ്തുക്കൾ അങ്ങ് വിട്ടു തന്നാൽ വേണ്ട ഒരു 100 ഫ്ളാറ്റ് കൂടെ പണിത് തരാം, അതൊന്നും പ്രശ്നമില്ല. എന്തായാലും ഐശ്വര്യ സമ്പൽ സമൃദ്ധമായ ഒരു ജീവിതം ഇവർക്കെല്ലാം ലഭിക്കട്ടെ, സന്തോഷപ്രദമായി ജീവിക്കട്ടെ. എല്ലാ ഭാവങ്ങളും നേർന്നുകൊണ്ട് മണ്ണുംപുറം ഫ്ളാറ്റ് അതിന്റെ 1ാം ഘട്ടം നാടിന് സമർപ്പിച്ച് എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.